ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സിന്ദഗി കാ സഫർ എന്ന പാഠഭാഗം പരിചയപ്പെടാം. ആദ്യ പാഠഭാഗമായ കിഡ്കിയുടെ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ അതുകൂടി കാണുക. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. സിന്ദഗി കാ സഫർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കൂട്ടുകാരെ? ജീവിതത്തിൻ്റെ യാത്ര അല്ലെങ്കിൽ ജീവിതയാത്ര എന്നൊക്കെയാണ് അർത്ഥം. ഈ പാഠഭാഗത്തിൽ 3 ഹൈക്കുവാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താ കൂട്ടുകാരെ ഹൈക്കു എന്ന് പറഞ്ഞാൽ? 17 അക്ഷരങ്ങളുള്ള 3 വരികൾ മാത്രമുള്ള ചെറു കവിതാരൂപമാണല്ലേ ഹൈക്കു. ആദ്യത്തെ ഹൈക്കു എഴുതിയിരിക്കുന്നത് സുരംഗമ യാദവാണ്. നമുക്ക് ഹൈക്കു ഒന്ന് വായിക്കാം. സുഖയാബാട് സഹബക്കെ ആംഗൻ സദാ ഫുഹാർ. വേർഡ് മീനിങ് അവിടെ എഴുതിയിട്ടുണ്ട്. സുഖ വരൾച്ച, ബാട് വെള്ളപ്പൊക്കം. വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും മുതലാളിയുടെ ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റമാണ്. മുതലാളിയുടെ വീട്ടുമുറ്റത്ത് എപ്പോഴും എന്താണ്? ചാറ്റൽ മഴയാണ്. ഇവിടെ ഇന്നർ മീനിങ്ങാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏത് പ്രതികൂല സാഹചര്യമായാലും, വരൾച്ച ആയിക്കോട്ടെ വെള്ളപ്പൊക്കമായിക്കോട്ടെ, ധനികരുടെ വീട്ടിൽ എപ്പോഴും സുഖവും സൗകര്യങ്ങളുമാണ്. ഇതൊക്കെ ആരെയെ ബാധിക്കുന്നത്? പാവപ്പെട്ടവരെയാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ബാധിക്കുന്നത്. കൂട്ടുകാർക്ക് ഇതിൻ്റെ ഇന്നർ മീനിങ് മനസ്സിലായല്ലോ. വരൾച്ച ആയിക്കോട്ടെ വെള്ളപ്പൊക്കമായിക്കോട്ടെ, ഇവിടെ സാഹബ് എന്ന് ഉദ്ദേശിക്കുന്നത് ധനികരെയാണ്. അവർക്ക് എന്താണ് എപ്പോഴും സദാ ഫുഹാർ എന്ന് ഉദ്ദേശിക്കുന്നത് സമ്പന്നതയാണ്. അവർക്കെപ്പോഴും സമ്പന്നതയും പാവപ്പെട്ടവരെപ്പോഴും ദുഃഖത്തിലുമാണ്. ഈ വരികളുടെ ഇന്നർ മീനിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റൈറ്ററിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സുരംഗമ യാദവ് അവരുടെ ജന്മം ഉത്തർപ്രദേശിലായിരുന്നു. പ്രധാനപ്പെട്ട ഹൈക്കു സംഗ്രഹങ്ങൾ ഏതൊക്കെയെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യാദോങ്കെ പഞ്ചി, ഫാവ് പ്രകോഷ്ഠ്, ഗായകി സതി, ഇതൊക്കെയാണ് അവരുടെ പ്രശസ്തമായ ഹൈക്കു സംഗ്രഹം. ഹിന്ദിയിലെ പ്രശസ്തയായ ഒരു ഹൈക്കു റൈറ്ററാണ് സുരംഗമ യാദവ്. രണ്ടാമത്തെ ഹൈക്കു നോക്കാം. പിതാനെ ഡൂണ്ടി ലാട്ടിയാ ബുഡാപ്പേക്ക് ദിക്തി നഹി. ഡൂണ്ടിന എന്താ? അന്വേഷിക്കുക അല്ലേ. ലാട്ടി എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് വടി എന്നാണ്, ഊന്നുവടി. ബുഡാപ്പ അറിയാം, വാർദ്ധക്യകാലം. പിതാവ് അന്വേഷിച്ചു, എന്താണ്? തൻ്റെ വാർദ്ധക്യകാലത്തിലെ ഊന്നുവടി. അത് ദിക്തി നഹി, അത് കാണുവാനില്ല. ഇതിൻ്റെ ഇന്നർ മീനിങ് നമുക്ക് നോക്കാം. ഹിന്ദിയിലെ ഒരു ശൈലിയാണ് ബുട്ടാപ്പയ്ക്ക് ലാട്ടി. അതിൻ്റെ അർത്ഥം, അതായത് ഹിന്ദിയിലെ ഒരു ശൈലിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ബുട്ടാപ്പേമേ സഹാര, വാർദ്ധക്യകാലത്തെ ആശ്രയം എന്നാണ് അർത്ഥം. അല്ലെങ്കിലോ വഹ് വ്യക്തി ജോ ബുട്ടാപ്പേമേ ദേഖ്ഭാൽ കർത്താഹെ. ഇതൊരു വ്യക്തിയാണ്. അത് ആരാണോ തങ്ങളുടെ വാർദ്ധക്യകാലത്ത് തങ്ങളെ സംരക്ഷിക്കേണ്ടത്, ആ വ്യക്തിയെയാണ് ഇവിടെ ഹിന്ദിയിൽ ബുട്ടാപ്പയ്ക്ക് ലാഠി എന്ന് വിളിക്കുന്നത്. അത് മകനോ മകളോ ആവാം. തങ്ങളുടെ വയസ്സാം കാലത്ത് തങ്ങളെ സംരക്ഷിക്കേണ്ട മക്കളെയാണ് ബുട്ടാപ്പയ്ക്ക് ലാഠി എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇന്നർ മീനിങ് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. പിതാവ് എന്താ അന്വേഷിക്കുന്നത്? തൻ്റെ വാർദ്ധക്യകാലത്തെ ലാഠി, അതായത് തൻ്റെ വാർദ്ധക്യകാലത്തെ ആശ്രയമാകേണ്ട മക്കളെയാണ് അന്വേഷിക്കുന്നത്. ജോ ദിക്തി നഹി, അവരെ കാണുവാനില്ല. എന്ന് വെച്ചാൽ എന്താ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്? വൃദ്ധന്മാരുടെ അരക്ഷിതാവസ്ഥയാണല്ലേ, അവരുടെ അകേലാപ്പൻ, ഒറ്റപ്പെടൽ. എഴുതിയിരിക്കുന്നത് ഗോപാൽ ബാബു ശർമ്മ. അദ്ദേഹത്തിൻ്റെ ജന്മം ഉത്തർപ്രദേശിലെ അലിഗഡിലാണ്. ശ്രീ വർഷണി പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജ് അലിഗഡിലെ ഹിന്ദി വിഭാഗം റീഡറായിരുന്നു. കുറച്ച് കൃതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റേതായത്. മോത്തി കച്ചി ധാഗെ മേ, കാഫിലെ റോഷ്നിക്ക് മുതലായവ. അവസാനത്തെ ഹൈക്കു നോക്കാം.
ढूंढती रही ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. ഡൂണ്ടന അന്വേഷിക്കുക. ഇവിടെയും കവയത്രി അന്വേഷിക്കുകയാണല്ലേ. ബർഫീലി നഗരി മഞ്ഞു മൂടിയ നഗരം. നേഹ് എന്ന് പറഞ്ഞാൽ സ്നേഹം. അവിടെ സ്നേഹം എന്നാണ് എഴുതിയിരിക്കുന്ന കൂട്ടുകാർ. വേർഡ് മീനിങ് അങ്ങനെ എഴുതുക. ആഞ്ച് ഊഷ്മളത അല്ലെങ്കിൽ വാമത എന്നൊക്കെ പറയും. നോക്കാം കവയത്രി എന്താ അന്വേഷിക്കുന്നതെന്ന്. ढूंढती रही बर्फीली नगरी में. മഞ്ഞുമൂടിയ നഗരത്തിൽ കവയത്രി അന്വേഷിക്കുന്നത് എന്താണ്? നേഹ് കി ആഞ്ച്, സ്നേഹത്തിൻ്റെ ഊഷ്മളത അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. മഞ്ഞുമൂടിയ നഗരത്തിൽ സ്നേഹത്തിൻ്റെ ഊഷ്മളത അന്വേഷിക്കുകയാണ് കവയത്രിയുടെ. ഇതിൻ്റെ ഇന്നർ മീനിങ് നോക്കാം. ബർഫീലി നഗരി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഹിമനഗരം നഗരമില്ലല്ലോ. ഹിമനഗരം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വാർത്ഥരായ മനുഷ്യർ വസിക്കുന്ന നഗരത്തിനെയാണ് അങ്ങനെ വിളിക്കുന്നത്. തണുത്തുറഞ്ഞ മനസ്സോടുകൂടി, അതായത് സ്വാർത്ഥത കൊണ്ട് മനസ്സ് മരവിച്ച ആൾക്കാരുടെ ഇടയിൽ സ്നേഹത്തിൻ്റെ ഊഷ്മളത തേടുന്നു കവയത്രിയുടെ. ഇവിടെ റൈറ്ററിൻ്റെ പേര് കമല നിഗുർപ്പ. അവരുടെ ജന്മം ഉത്തരാഖണ്ഡിലായിരുന്നു. ഒത്തിരി മാസികകളിലും പത്രങ്ങളിലുമൊക്കെ അവരവരുടെ ഹൈക്കു, സംസ്മരൺ, കവിതായും മുതലായവ എല്ലാം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമൃദ്ധി കേന്ദ്രീയ വിദ്യാലയമേ പ്രാചാര്യ ഹെ. അവർ സമൃദ്ധി കേന്ദ്രീയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പാൾ കൂടിയാണ് നമ്മുടെ റൈറ്റർ കമല നിഗുർപ്പ. 3 ഹൈക്കു, അതിൻ്റെ ഇന്നർ മീനിങ് എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പാഠഭാഗം മനസ്സിലായി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.